ഹായ്, എല്ലാ കൂട്ടുകാർക്കും രാവിലെ നമസ്കാരം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു ഡിഷാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കായമിട്ട കോഴിക്കറി. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന് വേണ്ട ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവരത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം 2 തക്കാളി തൊലി കളഞ്ഞ് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തായിട്ട് വേണ്ടത് മീഡിയം സൈസ് 5 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി 2 തണ്ട് കറിവേപ്പില, ചോപ്ഡ് മല്ലിയില, 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി 1.5 കിലോ ചിക്കൻ വൃത്തിയായി കഴുകി ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇനി അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റി 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗവിലേക്ക് മാറ്റുക. അപ്പോൾ അടപ്പ് നീക്കി ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. കൃത്യമായി വെന്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. അടുത്തതായി ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 1/4 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ പെരുംജീരകം എന്നിവയിട്ട് പൊട്ടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കുക. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച 5 സവാള അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായി വഴന്നതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് തക്കാളി അതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതെ തക്കാളിയും സവാളയും ഇടയ്ക്കിടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. തക്കാളിയും സവാളയും നന്നായി വഴന്നു വന്നതിന് ശേഷം മസാലകൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മസാലയുടെ പച്ചമണം മാറിയതിനു ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്നുകൂടി ഇളക്കി തിളപ്പിച്ചെടുക്കുക. തിളച്ചു വന്ന മസാലയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഓരോ മിനിറ്റ് ഇടവിട്ട് ചിക്കനും മസാലയും നന്നായി ഇളക്കി യോജിപ്പിച്ച് 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ സീക്രട്ട് റെസിപ്പിയായ 2 ടേബിൾ സ്പൂൺ കായം ചേർത്ത് അടച്ചു വെച്ച് ഇളക്കാതെ വേവിക്കുക. വീണ്ടും 1 മിനിറ്റ് കൂടി. 1 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നന്നായി ഇളക്കി കൊടുത്ത് ശേഷിക്കുന്ന 1 തണ്ട് കറിവേപ്പിലയും ചോപ്പ് ചെയ്ത മല്ലിയിലയും ചേർത്ത് അടച്ചു വയ്ക്കുക. 1 മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ കൂട്ടുകാരെ, നമ്മുടെ സ്വാദിഷ്ടമായ കായമിട്ട കോഴിക്കറി തയ്യാറായിരിക്കുന്നു. ഇനി നമ്മൾക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കൂട്ടുകാരെ, രുചികരമായ കായമിട്ട കോഴിക്കറി തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് ചോറിനൊപ്പവും അപ്പം, ചപ്പാത്തി, പൊറോട്ട എന്നിവയ്ക്കൊപ്പവും ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.